ഇപ്പോൾ 2024 ഡിസംബറിൽ JSW ഗ്രൂപ്പ് ഓഫ് ഇന്ത്യ വിബാറ്റ് ഡ്രോണുകൾ ആഭ്യന്തരമായി നിർമ്മിക്കുന്നതിനായി ഷീൽഡ് AI ഒരു സംയുക്ത സംരംഭം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രാദേശിക പ്രതിരോധ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരതവുമായി സംയോജിച്ചാണ് ഈ സംരംഭം മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ നിർമ്മാണ സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിച്ച് 2 വർഷത്തിനുള്ളിൽ ഏകദേശം $90 മില്യൺ നിക്ഷേപം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് പറയുന്നത്. എന്താണ് ഈ വിബാറ്റ് ഡ്രോണുകൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അമേരിക്കൻ കമ്പനിയായ ഷീൽഡ് AI വികസിപ്പിച്ചെടുത്തതാണ് ഈ വിബാറ്റ് ഡ്രോണുകൾ. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇത് അതീവ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. ഏകദേശം 11 കിലോഗ്രാം വരെ പേലോഡ് വഹിക്കാനും 10 മണിക്കൂർ വായുവിലൂടെ സഞ്ചരിക്കാനും ലക്ഷ്യങ്ങൾ കണ്ടെത്താനും തിരിച്ചറിയാനും AI ഉപയോഗിക്കാനും ഈ ഡ്രോണുകൾക്ക് കഴിയും. റഷ്യൻ സേനയ്ക്കെതിരായ യുദ്ധഭൂമിയിലെ ബുദ്ധിശക്തിയും കൃത്യതയാർന്ന സ്ട്രൈക്ക് കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിനായി അമേരിക്ക രഹസ്യമായി ഇത് പരീക്ഷിച്ചിരുന്നു. വിജയകരമായ പരീക്ഷണങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇന്ത്യയിൽ ഇതിന്റെ നിർമ്മാണത്തിനായി ഒരു സഹകരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഡ്രോണുകൾക്ക് അത്യാധുനിക ജാമിംഗ് സംവിധാനങ്ങൾക്ക് സമീപം പോലും പ്രവർത്തന സ്ഥിരത നിലനിർത്താൻ സാധിക്കുമെന്നാണ് AI പ്രസിഡന്റ് ബ്രാൻഡൻ സെങ് അഭിപ്രായപ്പെടുന്നത്. ഇദ്ദേഹം പറയുന്നതനുസരിച്ച് റഷ്യക്കെതിരെ ഉക്രൈൻ സൈന്യം ഈ വിബാറ്റ് ഡ്രോണെ ആ സൈന്യത്തിന്റെ മുന്നിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെ നിന്ന് വിക്ഷേപിക്കുകയായിരുന്നു. ഇത് സൈനികരുടെ മുൻനിരയെ മറികടന്ന് 100 കിലോമീറ്റർ അകലെയോളം പറക്കുകയും തുടർന്ന് SA-11 ഉപരിതല വായു മിസൈലുകൾ കണ്ടെത്തുകയും അതിനെ ടാർഗറ്റ് ചെയ്യുകയും ഇതിന്റെ ഇൻഫർമേഷൻ ഹിമാസിന് കൈമാറുകയും ചെയ്തു എന്നാണ്. അതായത് ഭൂമിയിലെ അത്യാധുനിക ഇലക്ട്രോണിക് യുദ്ധ തന്ത്രങ്ങൾക്ക് മുന്നിൽ ടാർഗറ്റിംഗ് ഡേറ്റ ശേഖരിക്കാനും പീരങ്കി യൂണിറ്റുകളിലേക്ക് റിലേ ചെയ്യാനും ഈ ഡ്രോണുകൾക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ശത്രുക്കളുടെ GPS ജാമിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വിബാറ്റ് ഡ്രോണുകൾക്ക് അവയുടെ ഒപ്റ്റിക്കൽ സെൻസറുകൾ ഉപയോഗിച്ച് ഇമേജ് കോറിലേഷൻ അൽഗോരിതം വഴി അവയുടെ ഗ്രൗണ്ട് പൊസിഷനുകൾ കൃത്യമായി നൽകാൻ സാധിക്കും. അതായത് ഒപ്റ്റിക്കൽ സെൻസറുകളും റിലേ ടാർഗറ്റ് കോർഡിനേറ്റുകളും ഹോവിറ്റ്സർ അല്ലെങ്കിൽ ഹിമേഴ്സ് MLRS ഉപയോഗിച്ച് അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനാകും. അതുപോലെ തന്നെ ഫയർ സൊല്യൂഷനിലേക്ക് വേഗത്തിൽ തന്നെ ഡേറ്റ കൈമാറാനുള്ള കഴിവുമുണ്ട്. 500 കിലോമീറ്റർ റേഞ്ചുള്ള താരതമ്യേന വലിയ ഡ്രോൺ ആണ് വിബാറ്റ്. തിരച്ചീന മോഡിൽ ഇതിന് ടാർഗറ്റ് ഏരിയയിൽ 10 മണിക്കൂർ കറങ്ങാൻ കഴിയും. എന്നാൽ ഉക്രൈന്റെ പക്കലുള്ള കാമിക്കാസ് ഡ്രോണുകൾക്ക് പോലും 100 കിലോമീറ്ററിനപ്പുറം പറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ വിബാറ്റിന്റെ കോമ്പാക്ട് ഡിസൈൻ വേഗത്തിലുള്ളതും ലളിതവുമായ വിന്യാസം പ്രാപ്തമാക്കുന്നു. അൺപാക്ക് ചെയ്യുന്നത് മുതൽ വായുവിലൂടെയുള്ള മുഴുവൻ പ്രക്രിയയും 20 മിനിറ്റിൽ താഴെ സമയമെടുക്കും. സിസ്റ്റം 15 സെക്കൻഡിനുള്ളിൽ ഹോവറിൽ നിന്ന് ഫോർവേഡ് ഫ്ലൈറ്റിലേക്ക് തടസ്സമില്ലാതെ മാറുന്നു. ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിന്റെ ലംബമായ ടേക്ക് ഓഫും ലാൻഡിംഗ് ശേഷിയും. അതായത് കപ്പലുകളിൽ നിന്നും കഠിനമായ ഭൂപ്രദേശങ്ങളിൽ നിന്ന് പോലും വിക്ഷേപണം നടത്താൻ ഈ കഴിവ് ഇതിനെ സഹായിക്കുന്നു. അങ്ങനെ AI ടീം വിബാറ്റിന്റെ EW റെസിലൻസ് ജൂണിലാണ് ഉക്രൈൻ പരീക്ഷിച്ചത്. ഉക്രൈന്റെ സൈനിക റിപ്പോർട്ട് അനുസരിച്ച് ഡ്രോണുകൾക്ക് തീവ്രമായ ജാമിങ്ങിൽ പോലും പ്രവർത്തിക്കാൻ കഴിയുകയും മറ്റു ഡ്രോണുകളെ ഇത് പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു. ഒരു ഡക്റ്റഡ് ഫാനിന് പവർ ചെയ്യുന്ന സിംഗിൾ സ്യൂട്ടഡ് TOA 288 2 സിലിണ്ടർ എഞ്ചിനാണ് വിബാറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരൊറ്റ പവർ പ്ലാൻ ഉപയോഗിച്ച് ഇത് ടേക്ക് ഓഫും ലാൻഡിങ്ങും സാധ്യമാക്കുന്നു. ഈ ഡ്രോണിന് ഏകദേശം 11.3 കിലോഗ്രാം പേലോഡ് ശേഷിയും 6 കിലോമീറ്റർ സർവീസ് പരിധിയുമുണ്ട്. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന ലൈറ്റിംഗ് അവസ്ഥകളിൽ ഉയർന്ന റെസല്യൂഷൻ ഇമേജിങ്ങിനായി സെൻസർ ഫിറ്റിൽ EO മിഡ് വേവ് ഇൻഫ്രാറെഡ് ക്യാമറകളും ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിബാറ്റിന് കൂട്ട പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. ഓരോ ഓപ്പറേറ്റർക്ക് കുറഞ്ഞത് 5 ഡ്രോണുകളെങ്കിലും നിയന്ത്രിക്കാനാകും. അതുപോലെ തന്നെ GPS ഉപയോഗിക്കാതെ നിർമ്മിച്ച ഒരു സ്റ്റേറ്റ് എസ്റ്റിമേഷൻ ചട്ടക്കൂട് ഉപയോഗിച്ച് വിബാറ്റ് ടീമുകൾ കോമസസിലും GPS ഇല്ലാത്ത പരിതസ്ഥിതികളിലും പ്രവർത്തനങ്ങൾ പ്രവർത്തനക്ഷമമാക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ വിബാറ്റ് ഉൽപാദനം സ്ഥാപിക്കുന്നത് ആഭ്യന്തര സൈനിക ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ഡ്രോൺ നിർമ്മാണത്തിനുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ സ്ഥാപിക്കുകയും ചെയ്യുന്നു. പ്രാദേശിക ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വിദേശ പ്രതിരോധ കമ്പനികൾ ഇന്ത്യൻ സ്ഥാപനങ്ങളുമായി കൂടുതൽ സഹകരിക്കുന്ന വിശാല പ്രവണതയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നീക്കം. ഉക്രൈനിലെ വിബാറ്റ് ഡ്രോണുകളുടെ വിജയകരമായ പരീക്ഷണം അവയുടെ നൂതന സാങ്കേതിക സവിശേഷതകളും ആധുനിക ഭീഷണികൾക്കെതിരായ പ്രവർത്തന ഫലപ്രാപ്തിയുമാണ് എടുത്തു കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.